നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ഏറെ ചർച്ച ചെയ്ത, കേരളമെന്നല്ല ലോക മലയാളികൾ തന്നെ ഏറെ ചർച്ച ചെയ്ത വിഷയമായിരുന്നു കോഴിക്കോട് ഫറൂഖ് സ്വദേശി റഹീമിന്റെ സൗദി ജയിലിൽ നിന്നുള്ള മോചനവുമായി ബന്ധപ്പെട്ട വിഷയം. എനിക്ക് തോന്നുന്നത് ഇത് കേവലം ഒരാളുടെ മോചന കഥ മാത്രമല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒത്തൊരുമിച്ച് നടത്തിയ ഏറ്റവും വലിയ ജനകീയ ധനശേഖരണ പ്രവർത്തനങ്ങളിലൊന്നായും വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. കാരണം ഏകദേശം 8.5 ലക്ഷം ആളുകൾ വിവിധ തുകകളായി സംഭാവന നൽകിയെന്നാണ് കമ്മിറ്റി വ്യക്തമാക്കിയത്. ഇതിൽ എം.എ. യൂസുഫ് അലി സാറിൻ്റെയും എ.പി. അബൂബക്കർ മുസ്ലിയാരുടെയും ഗൾഫ് മേഖലയിലെ ബന്ധങ്ങളും മനുഷ്യാവകാശപരമായ ഇടപെടലുകൾക്കുമൊപ്പം പ്രധാനമായും 34 കോടി രൂപ സമാഹരിച്ച് നിയമപരമായ നടപടികൾ റഹീം ലീഗൽ സപ്പോർട്ട് കമ്മിറ്റിയും ലോകമെമ്പാടുമുള്ള മലയാളികളും പൂർത്തിയാക്കിയപ്പോഴും ഇതിലൊക്കെ അപ്പുറം കേരളത്തിൻ്റെ മാനവിക ഐക്യത്തിൻ്റെ കഥ കൂടിയുണ്ട്. അതിൽ എടുത്തു പറയേണ്ട 2-3 പേരുടെ കാര്യമുണ്ട്. അവരൊക്കെയും റഹീമുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളായിരുന്നു. അതിൽ ഒരാൾ ഓച്ചിറ സ്വദേശി സോഫിയ എന്ന സഹോദരിയായിരുന്നു. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനു വേണ്ടി സ്വന്തം താലിമാല ഊരി നൽകിയ സഹോദരി. അടുത്ത എടുത്തു പറയേണ്ട പേര് ബോബി ചെമ്മണ്ണൂരിൻ്റെതാണ്. ബോബി ചെമ്മണ്ണൂർ നടത്തിയ യാചകയാത്രയും ഫണ്ട് ശേഖരണ ക്യാമ്പയിനും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ എന്നും തങ്ങി നിൽക്കുന്നതാണ്. പിന്നെ റഹീം ലീഗൽ കമ്മിറ്റി ചെയർമാൻ കെ സുരേഷ്, ഇന്ത്യ എംബസി ഉദ്യോഗസ്ഥർ, പ്രവാസി മലയാളി സംഘടനകൾ, കുടുംബ പ്രതിനിധിയായിട്ടുള്ള സിദ്ദീഖ് തുച്ചൂര്, ഇവരൊക്കെയും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പേരുകളാണ്. ഇതിലെല്ലാം അപ്പുറം കേരളത്തിന്റെ കൂട്ടായ മനസ്സ്. ഇത് റഹീമിന്റെ മോചനത്തോടൊപ്പം കേരളത്തിന്റെ വിജയം കൂടിയാണ്.